കുപ്പിയെല്ലാം ബാൽക്കണിയിലെ നിലത്ത് കൊണ്ടുവച്ച ശേഷം കൃഷ്ണ ബാക്കിയുള്ളവർ വരുന്നത് നോക്കി അവിടെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ലിയയുമായി ജെസ്സിയും എത്തി. ലിയയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം ജെസ്സി നിർബന്ധിച്ചു വിളിച്ചുകൊണ്ട് വന്നതാണെന്ന്. അവളുടെ കണ്ണുകളിലെ ചുവപ്പിൽ നിന്നും അവൾ കരയുകയായിരുന്നുവെന്ന് വ്യക്തം. അവര് വന്നില്ലേ? കൃഷ്ണയ്ക്ക് അടുത്തേക്ക് നിലത്തേക്ക് ഇരുന്നുകൊണ്ട് ജെസ്സി ചോദിച്ചു. ഇല്ലടി, എവിടെ പോയോ ആവോ. ആ പൊട്ടൻ ജോ എല്ലാം കുളമാക്കുമെന്ന് അറിയില്ല. പൊട്ടൻ നിന്റെ മറ്റവനാടി മൂങ്ങേ. അവളത് പറഞ്ഞപ്പോൾ തന്നെ ജോയൽ ഇടിച്ചു കയറി അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ഓ, എത്തിയോ കോഴിച്ചൻ? അല്ല, നീ ഒറ്റയ്ക്കേ ഉള്ളോ ജോ? അവന് പുറകിലേക്ക് എത്തി നോക്കിക്കൊണ്ട് കൃഷ്ണ നിരാശയോടെ ചോദിച്ചു. അല്ലടി, ഇച്ചായനും ലവിച്ചാനും കൂടി വരുന്നുണ്ട് പുറകെ. ഉറങ്ങാൻ കിടന്നിടത്തുനിന്ന് കുത്തിപ്പൊക്കി കൊണ്ടുവന്നതാ. ഇച്ചായനത്ര പിടിച്ചിട്ടില്ല. മിക്കവാറും പൂരപ്പാട്ട് കേൾക്കേണ്ടി വരും. ജോയൽ നെടുവേർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. ജെസ്സി, ഞാൻ റൂമിലേക്ക് പൊയ്ക്കോട്ടെ, എനിക്കൊന്ന് ഉറങ്ങണം. ജോബിന്റെ പേര് കേട്ടതും ലിയ അസ്വസ്ഥതയോടെ പറഞ്ഞു. അതൊന്നും പറ്റില്ല. ഇന്ന് നമ്മൾ എല്ലാവരും കൂടി ഒന്ന് കൂടാൻ പോവുക. എല്ലാവരും തമ്മിലുള്ള അകൽച്ച മാറ്റി പഴയതുപോലെ ഒന്നായിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒന്ന് ഞങ്ങൾ ചെയ്യുന്നത്. അതിൽ നിന്നെ മാത്രം ഒഴിവാക്കാൻ കഴിയില്ല ലിയ. ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചതിന് ശേഷം ആദ്യമായി നമ്മൾ ഒന്നിക്കുന്ന ദിവസമാണ്. അതങ്ങനെ വെറുതെ കളയാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവരും വേണം. ജോയൽ തീർത്തു പറഞ്ഞപ്പോൾ ലിയ പിന്നെ ഒന്നും മിണ്ടാതെ തലകുനിച്ചിരുന്നു. അപ്പോൾ തന്നെ ജോബിനും ലെവിനും അവിടേക്ക് കയറി വന്നു. മുഖത്ത് ചെറിയ പുഞ്ചിരിയുമായി അവിടേക്ക് കയറി വന്ന ജോബിന്റെ മുഖം ലിയെ അവിടെ കണ്ടതോടുകൂടി പെട്ടെന്ന് മങ്ങി. അവരെ നോക്കിയിരുന്ന കൃഷ്ണയും ജോയലും ജെസ്സിയും അത് നന്നായി കാണുകയും ചെയ്തു. വായിച്ചായ, ഇവിടെ വന്നിരിക്കെ. ജോയൽ അവനെ തനിക്കടുത്തേക്ക് വിളിച്ചു. വേണ്ട ജോയിച്ച, ഞാനില്ല. അതും പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയവന്റെ കയ്യിൽ പിടിച്ച് തളഞ്ഞു ലെവിൻ. വാ ജോബിച്ച, മറ്റുള്ളവരെ നീ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നീ നിന്റെയും നിന്നെ സ്നേഹിക്കുന്നവരുടെയും കാര്യം മാത്രം നോക്കിയാൽ മതി. കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് ജോബിന്റെ കൈയും പിടിച്ച് ലെവിൻ ജോയലിന് അടുത്തേക്ക് ചെന്നിരുന്നു. ലിയയോട് അവന് വല്ലാത്ത ദേഷ്യമുണ്ടായിരുന്നു. അതിലുപരി സ്വന്തം സഹോദരിയിൽ സംഭവിച്ച മാറ്റങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ പോയതിലുള്ള സങ്കടവും. ജോബിന് ആകെ എന്തോ പോലെ തോന്നുന്നുണ്ടായിരുന്നു. അത് ദേഷ്യമാണോ വിഷമമാണോ അങ്ങനെ ഒന്നും തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയിൽ അവനാകെ കുഴഞ്ഞു. ലിയയുടെ തൊട്ടടുത്താണ് അവനിരിക്കുന്നത്. ബിയർ ബോട്ടിലുകൾ മദ്യത്ത് വെച്ചുകൊണ്ട് അതിനു ചുറ്റും കറങ്ങിയിരിക്കുകയാണ് അവർ. ലിയയും വല്ലാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. തല ഉയർത്തി നോക്കാൻ പോലും കഴിയാതെ അവർ അങ്ങനെ ഇരുന്നു. കൃഷ്ണയും ജോയലും ജെസ്സിയും ലെവിനും പരസ്പരം ഒന്ന് നോക്കി. ലെവിനും ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടിയിരുന്നു. അതുകൊണ്ട് അവനും കട്ടയ്ക്ക് നിന്നു. രണ്ടും കൽപ്പിച്ച് ജോയൽ ബിയർ ബോട്ടിൽ പൊട്ടിച്ച് ഒരെണ്ണം ലെവിനും ഒരെണ്ണം ജെസ്സിക്കും കൊടുത്തു. മടിച്ച് ഒരെണ്ണവൻ ജോബിന് നേരെയും നീട്ടി. ഏത് സമയം പൊട്ടിത്തെറിക്കും എന്ന പോലെയാണ് ജോബിന്റെ ഇരിപ്പ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല പേടിയുണ്ടായിരുന്നു. അവർ പ്രതീക്ഷിച്ചതുപോലെ ജോയലിന്റെ കയ്യിൽ നിന്നും ബോട്ടിൽ ദേഷ്യത്തിൽ പിടിച്ചു വാങ്ങിക്കൊണ്ട് അവൻ അതേപടി വായിലേക്ക് കമഴ്ത്തി. ആ ബോട്ടിൽ മുഴുവൻ കുടിച്ചു തീർത്തിട്ട് ബാക്കി ഉണ്ടായിരുന്ന ഒരു ബോട്ടിൽ കൂടി അവൻ മുഴുവൻ കുടിച്ചു തീർത്തു. അവന്റെ പെട്ടെന്നുള്ള നീക്കത്തിൽ പേടിച്ചിരുന്നു പോയ എല്ലാവരും. അടുത്ത നിമിഷം അവരെ ഞെട്ടിച്ചുകൊണ്ട് ജോബിൻ നിലത്ത് നിന്ന് ചാടി എഴുന്നേറ്റു. ലിയയെയും നിലത്ത് നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഇച്ചായ, ജോയൽ ഞെട്ടലോടെ വിളിച്ചുകൊണ്ട് നിലത്ത് നിന്നും ചാടി എഴുന്നേറ്റു. ഒപ്പം ബാക്കിയുള്ളവരും. മിണ്ടി പോകരുത്, ഇറങ്ങിപ്പോയല്ല. മതിയാക്ക് നിന്റെയൊക്കെ നാടകം. അവർക്ക് നേരെ അലറുകയായിരുന്നു ജോബിൻ. തങ്ങളുടെ പദ്ധതി പൊളിഞ്ഞുവെന്ന് അതോടെ എല്ലാത്തിനും മനസ്സിലായി. ലിയയാണെങ്കിൽ അവന്റെ കൈപ്പിടിയിൽ പേടിച്ചു വിറച്ച് നിൽക്കുകയായിരുന്നു. ഇച്ചായ, കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ, അവളെ വിട്ടേക്ക്. നിങ്ങളുടെ മനസ്സിൽ ഉള്ളത് പറഞ്ഞു തീർക്കട്ടെ എന്ന് കരുതിയാ ഇങ്ങനെയൊന്ന് ചെയ്തത്, അല്ലാതെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല. പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാം പരിഹരിച്ച് ഒരു കുടുംബമായി കഴിയാമെന്നേ കരുതിയുള്ളൂ. ഒന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടോ എല്ലാം? എനിക്ക് ഇവളോട് തനിച്ച് സംസാരിക്കണം. വാടിയുടെ. അവൾക്ക് നേരെ അലറിക്കൊണ്ട് ജോബിൻ ലിയയുടെ കൈയും പിടിച്ച് ബാൽക്കണിയുടെ കോർണറിലേക്ക് പോയി. അവിടെ വെളിച്ചം വളരെ കുറവായിരുന്നു. ജോബിന്റെ പ്രവൃത്തികളൊക്കെ കണ്ട് ജോയൽ തലയ്ക്ക് കൈവച്ചു പോയി. ലിയെ അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്നവൻ പേടിച്ചു. ഒന്നും ഉണ്ടാവില്ല ജോ, അവർ സംസാരിക്കട്ടെ, കൃഷ്ണ പുഞ്ചിരിയോടെ പറഞ്ഞു. ജോബിച്ചായ, എന്റെ കൈവിട്. തന്റെ കൈത്തണ്ടയിൽ പിടിമുറുക്കിയിരിക്കുന്ന ജോബിന്റെ കൈ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് ലിയ പറഞ്ഞു. അടങ്ങി നിൽക്കടി. അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് തന്നിലേക്ക് വലിച്ചു ചേർത്തുകൊണ്ട് ജോബിൻ അലറി. അവന്റെ ആ അലർച്ചയിൽ ലിയ ഞെട്ടിത്തരിച്ചുപോയി. അവന്റെ വലിഞ്ഞു മുറുകുന്ന മുഖത്തേക്ക് നോക്കി അവൾ പേടിയോടെ ഉമിനീരിറക്കി. പറയടി പുല്ലേ, നിനക്ക് ജോയിച്ചനെ ഇഷ്ടമായിരുന്നോ? അവളെ ഒന്നുകൂടി തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ജോബിൻ ദേഷ്യത്തോടെ ചോദിച്ചു. അവന്റെ ചോദ്യം കേട്ട് ലിയ ഉത്തരമില്ലാതെ തല താഴ്ത്തി. ചി പറയടി. അവളെ തന്നിൽ നിന്ന് വലിച്ചു മാറ്റിക്കൊണ്ട് അവളുടെ കവിളിലേക്ക് അവൻ കൈവീശി അടിച്ചു. ആ. അവന്റെ അടി കൊണ്ട് ലിയ നിലത്തേക്ക് വേച്ചുപോയി. നിലത്ത് കിടന്നുകൊണ്ട് തന്നെ അവൾ കവിളിൽ കൈ അമർത്തി പേടിയോടെ ജോബിനെ നോക്കി. പറയടി, നിനക്ക് ജോയിച്ചനെ ഇഷ്ടമായിരുന്നോ?
അവളുടെ മുടിക്ക് പിടിച്ച് നിലത്ത് നിന്ന് വലിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് ജോബിൻ അലറി. ആ ഇച്ചായ, എന്നെ വിട്. അവൻ്റെ കൈപ്പിടിയിൽ നിന്ന് കുതറിക്കൊണ്ട് ലിയ ഉറക്കെ കരഞ്ഞു. പറയാതെ നിന്നെ വിടില്ല ഞാൻ. എനിക്കറിയണം നീ ജോയിച്ചായനെ പ്രണയിച്ചിരുന്നോ എന്ന്. ഒരുതരം വാശി പോലെ പറഞ്ഞുകൊണ്ട് ജോബിൻ അവളുടെ പിടി ഒന്നുകൂടി മുറുക്കി. ഇല്ല, ഞാൻ ജോയിച്ചായനെ പ്രണയിച്ചിട്ടില്ല. അവൻ നൽകുന്ന വേദന സഹിക്കവയ്യാതെ ലിയ ഉറക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പിന്നെ എന്തിന് നീ അവനെ വേണമെന്ന് വാശി പിടിച്ചു? അവൾക്ക് നേരെ അലറുകയായിരുന്നു ജോബിൻ. അത് മമ്മി പറഞ്ഞിട്ടാ ഞാൻ. സ്വത്തുക്കൾ കിട്ടാൻ ജോയിച്ചായനെ സ്വന്തമാക്കണമെന്ന് പറഞ്ഞപ്പോൾ അറിയാതെ. ലിയ ഓരോന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വേദനയാൽ കരഞ്ഞു. തൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ജോബിന് അവളുടെ മേലുള്ള പിടി അയച്ചു. അവനെ നീ പ്രണയിച്ചിരുന്നില്ല. പിന്നെ ആരെയാ നീ പ്രണയിച്ചിരുന്നത്? ജോബിൻ്റെ ചോദ്യത്തിൽ അവളൊന്ന് ഞെട്ടി. അവനിൽ നിന്ന് അങ്ങനൊരു ചോദ്യം അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ ആരെയും പ്രണയിച്ചിട്ടില്ല, ലിയ ഒന്ന് വെക്കിക്കൊണ്ട് പറഞ്ഞു. നുണ, പച്ചക്കള്ളമാണ് നീ പറയുന്നത്. നീ പ്രണയിച്ചിരുന്നു. കുരിശിങ്കൽ ജോബിൻ ജോൺ എന്ന എന്നെ നീ പ്രണയിച്ചിരുന്നു. കുട്ടിക്കാലം മുതൽ നിന്റെ കണ്ണുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതായിരുന്നു അത്. ജോബിൻ്റെ വെളിപ്പെടുത്തലിൽ ലിയ ശരിക്കും ഞെട്ടി. അവൾ അവനെ അതേ ഞെട്ടലോടെ തന്നെ നോക്കി നിന്നുപോയി. ഇല്ല ഇല്ല ഇല്ല, ഞാൻ ആരെയും പ്രണയിച്ചിട്ടില്ല. സ്ഥലകാലബോധം വീണ്ടെടുത്ത് അവൾ വാശിയോടെ ജോബിന് നേരെ അലറി. നിനക്കിനി സത്യത്തെ മറയ്ക്കാൻ കഴിയില്ല ലിയ. നിനക്കെന്നോടുള്ള പ്രണയം തിരിച്ചറിഞ്ഞ ശേഷമാണ് ഞാൻ നിന്നെ പ്രണയിക്കാൻ തുടങ്ങിയത്. നിന്റെ കണ്ണുകളിൽ കാണുന്ന എന്നോടുള്ള പ്രണയം അതായിരുന്നു കല്ലായിരുന്ന ജോബിൻ്റെ മനസ്സിൽ താളം തെറ്റിച്ചത്. എന്നിട്ടും എനിക്ക് മോഹം തന്ന് നീ എന്നിൽ നിന്ന് അകന്നു. എന്തിനു വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത്? ജോബിൻ്റെ വാക്കുകൾ ഇടറി. പറയടി, എന്തിന് നീ എന്നിൽ നിന്ന് അകന്നു? അവളോട് വാശിയോട് ചോദിച്ചു തീർന്നതും ലിയോയുടെ കൈ ജോബിൻ്റെ കവളത്ത് പതിഞ്ഞു കഴിഞ്ഞിരുന്നു. ജോബിൻ ഞെട്ടലോടെ അവളെ നോക്കുമ്പോഴേക്കും അവൾ ദേഷ്യത്തോടെ അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. എന്നോടത് ചോദിക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? എൻ്റെ കണ്ണുകളിൽ നിന്ന് പ്രണയം തിരിച്ചറിഞ്ഞ നിങ്ങൾ എന്തുകൊണ്ട് അതെന്നോട് ചോദിച്ചില്ല? ഓരോ തവണ അടുക്കാൻ ശ്രമിക്കുമ്പോഴും ആട്ടി ഓടിച്ചിട്ടല്ലേ ഉള്ളൂ എന്നെ. ഇവിടെയുള്ള ഓരോരുത്തരും എന്നോട് സ്നേഹത്തോടെ പെരുമാറുമ്പോൾ നിങ്ങൾക്ക് മാത്രം എന്നോട് ദേഷ്യമായിരുന്നു. അതെ, നിങ്ങളെ ഞാൻ പ്രണയിച്ചിരുന്നു. ആ പ്രണയം തിരിച്ചറിയാതെ എന്നെ അകറ്റി നിർത്തിയ നിങ്ങളോട് പിന്നീട് ദേഷ്യവും വെറുപ്പുമായിരുന്നു എനിക്ക്. ഇഷ്ടം പറയാനുള്ള ഒരവസരം പോലും നിങ്ങളെനിക്ക് തന്നില്ല. നിങ്ങളാണ് ലിയോണയെ ഇങ്ങനെ മാറ്റിയത്. ആരോടും സ്നേഹവും ബഹുമാനവും ഇല്ലാത്ത ലിയയാക്കി മാറ്റിയത് നിങ്ങളൊരുത്തനാ. നിങ്ങളോടുള്ള ദേഷ്യമായിരുന്നു പിന്നീട് എല്ലാവരോടും ഞാൻ കാണിച്ചത്. നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് തന്നെയാണ് മമ്മി പറഞ്ഞതനുസരിച്ച് ജോയിച്ചായനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചത്. അതിന് തടസ്സമായി നിന്ന കൃഷ്ണയെ കൊല്ലാൻ വരെ ഞാൻ തീരുമാനിച്ചത് അതിനുവേണ്ടി തന്നെയായിരുന്നു. ഒരു തവണ നിങ്ങൾ എന്നോട് തുറന്ന് സംസാരിച്ചെങ്കിൽ, ഒന്ന് സ്നേഹത്തോടെ നോക്കിയിരുന്നെങ്കിൽ ലിയ ഇന്ന് ഇങ്ങനെ ആവില്ലായിരുന്നു ജോയിച്ചായ. അവൻ്റെ ഷർട്ടിലെ പിടിവിട്ടുകൊണ്ട് ലിയ ഒരു പൊട്ടിക്കരച്ചിലോടെ നിലത്തേക്ക് ഊർന്നിരുന്നു. അവൾ പറയുന്നതൊന്നും ഉൾക്കൊള്ളാനാകാതെ തറഞ്ഞു നിന്നുപോയി ജോബിൻ. അവളുടെ മനസ്സിൽ ഇത്രയും വേദനയുണ്ടെന്ന് ഒരിക്കൽ പോലും അറിഞ്ഞിരുന്നില്ല അവൻ. അവളുടെ വെളിപ്പെടുത്തലിൽ ഉരുകി ഒലിച്ചുപോയി ജോബിൻ. ഒരു ചുവരിൻ്റെ മറവിൽ നിന്ന് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ജോയലിൻ്റെയും കൃഷ്ണയുടെയും ജെസ്സിയുടെയും ലെവിൻ്റെയും അവസ്ഥയും മറിച്ചായിരുന്നില്ല. പ്രണയത്തേക്കാൾ കൂടുതൽ ആരാധനയായിരുന്നു എനിക്ക് നിങ്ങളോട്. ആരെയും വകവയ്ക്കാത്ത, പേടിയില്ലാത്ത, എല്ലാവരെയും മുൾമുനയിൽ നിർത്തുന്ന കുരിശിങ്കൽ ജോബിൻ ജോൺ. ഒത്തിരി മോഹിച്ചിരുന്നു ഞാൻ നിങ്ങളെ. എങ്കിലും ഒന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ, ആ കണ്ണുകൾ കൊണ്ട് സ്നേഹത്തോടെയോ വാത്സല്യത്തോടെയോ ഒരു നോട്ടം മാത്രം. പക്ഷേ ഇന്നോളം കിട്ടിയിട്ടില്ല എനിക്കത്. എല്ലാവരെയും ചേർത്ത് പിടിക്കുമ്പോൾ എന്നെ മാത്രം എല്ലായിടത്തും നിങ്ങൾ അകറ്റി നിർത്തി. ജെസ്സിയെ നിങ്ങൾ സ്നേഹിക്കുന്നതും അവളോട് കുറുമ്പോട് സംസാരിക്കുന്നതും കാണുമ്പോൾ അവളോട് അസൂയ തോന്നിയിട്ടുണ്ട് എനിക്ക്. ഇന്നലെ കൃഷ്ണയും ജെസ്സിയും ചേർന്ന് നിങ്ങൾക്ക് എന്നോട് പ്രണയമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തകർന്നുപോയി ഞാൻ ആഗ്രഹിച്ചിരുന്ന സമയത്ത് നിങ്ങൾ എനിക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ലിയ നിങ്ങളുടെ മാത്രമായി ഈ തറവാട്ടിലുണ്ടായിരുന്നേനെ. പക്ഷേ ഇപ്പോൾ വെറും വാശിയുടെ പേരിൽ മറ്റൊരു കളങ്കപ്പെട്ടുപോയി ഞാൻ. അത്രയും ക്രൂരയായിപ്പോയി ഞാൻ. ഉള്ളിലുള്ള സങ്കടങ്ങൾ മുഴുവൻ പറഞ്ഞ് ആർത്ത് കരയുകയായിരുന്നു ലിയ. അവളുടെ മനസ്സിൽ ഇത്രയധികം വേദനകളുണ്ടെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. ജോബിൻ്റെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീർ തുള്ളികൾ പുറത്തേക്ക് ചാലിട്ടൊഴുകി. ജെസ്സി കൈകൊണ്ട് വാമൂടി പൊട്ടിക്കരഞ്ഞുപോയി. കൃഷ്ണ കരഞ്ഞുകൊണ്ട് ജോയലിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ജോയലും ലെവിനും എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. ലിയ. അവൾക്കടുത്ത് നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നു കൊണ്ട് ജോബിൻ അവളുടെ തോളിൽ കൈവച്ചു. തുടരു തന്നെ, നിങ്ങളെ കാണണ്ട എനിക്കും. ജോബിനെ പിറകിലേക്ക് തള്ളിക്കൊണ്ട് ലിയ നിലത്തുനിന്ന് ചാടി എഴുന്നേറ്റു. ആരും വേണ്ട എനിക്ക്. വെറുപ്പാ എനിക്ക് നിങ്ങളോട്. നിങ്ങൾക്ക് എന്നോട് ഉള്ളതിനേക്കാൾ 100 ഇരട്ടി ഞാൻ നിങ്ങളെ വെറുക്കുന്നു. നിങ്ങളുടെ പ്രണയം കൊതിച്ചിരുന്ന ലിയ ഇന്നില്ല. അവൾ മരിച്ചു. ഇത് പുതിയ ലിയയാണ്. ഒരുവൻ്റെ കൂടെ കിടക്ക മൺകിട്ട് ജീവിതം നശിപ്പിച്ച ലിയ. ജോബിന് നേരെ അലറുകയായിരുന്നു ലിയ. അവനെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ ലിയയുടെ കയ്യിൽ പെട്ടെന്ന് ജോബിൻ്റെ പിടി വീണു. ഇനി എന്ത് എന്ന പോലെ തിരിഞ്ഞു നോക്കിയ ലിയയെ ഒറ്റ വലിയിൽ അവൻ തൻ്റെ നെഞ്ചിലേക്കിട്ടു. വിടെന്നെ.
അവൻ്റെ പ്രവൃത്തിയിൽ ഒന്ന് ഞെട്ടിയെങ്കിലും അവൾ അവൻ്റെ കയ്യിൽ നിന്ന് കുതറി. എനിക്ക് നിന്നെ വേണം, എൻ്റെ പെണ്ണായിട്ട്. ജോബിൻ്റെ വാക്കുകൾ ആർദ്രമായിരുന്നു. ലിയ ഞെട്ടലോടെ അവനെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇല്ല, അത് നടക്കില്ല. എനിക്കതിന് കഴിയില്ല. നിങ്ങളെ എന്നല്ല, ഒരാളെയും മോഹിക്കാനുള്ള യോഗ്യത എനിക്കില്ല. എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക് ജോബിച്ചായ. അവൻ്റെ പിടിപിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ലിയ വിങ്ങലോടെ പറഞ്ഞു. എനിക്ക് വേണം. ഇനിയും കൈവിട്ട് കളയാൻ വയ്യ എനിക്ക്. വിട്ട് കളയില്ല ഞാൻ. ജോബിൻ എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെ പറഞ്ഞു. വേണ്ട വേണ്ട, എനിക്ക് കഴിയില്ല. ഞാൻ പിഴച്ചു പോയി ചായ. എന്നെ നിങ്ങൾക്ക് വേണ്ട. ലിയ പിഴച്ചു പോയി ചായ. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ലിയ പറഞ്ഞതും ജോബിൻ കൈ ഉയർത്തി അവളുടെ വാ മൂടി പിടിച്ചു. ഇനി അത് പറയരുത്. നീ എങ്ങനെ ജീവിച്ചു എന്നെനിക്ക് അറിയണ്ട. ഇനി നീ ജീവിക്കാൻ പോകുന്നത് എനിക്കൊപ്പമാണ്. അതുമാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. ജോബിൻ്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. അവനെ എതിർക്കാൻ നാവ് ഉയർത്തി ഒന്ന് സംസാരിക്കാൻ പോലും അവൻ അവളെ അനുവദിച്ചില്ല. അവളുടെ കണ്ണുമിഴിച്ചുള്ള നോട്ടം കണ്ടപ്പോൾ ഒരു ചിരിയോടെ ജോബിൻ അവളുടെ വായിലെ കൈയെടുത്തു മാറ്റി. ഒന്നും പറയണ്ട. ഇനി നീ എൻ്റേത് മാത്രം. കുരിശിങ്കൽ ജോബിൻ ജോണിന് ഈ ജന്മം ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ലിയോണ മാത്രമായിരിക്കും. അവളെ തന്നിലേക്ക് വലിച്ചു ചേർത്ത് അവളുടെ നെറ്റിയിൽ അമർത്തി മുത്തിക്കൊണ്ട് ജോബിൻ പ്രണയത്തോടെ പറഞ്ഞു. അവൻ്റെ ആ പ്രവൃത്തിയിൽ ഒന്ന് ചലിക്കാൻ പോലും മറന്നു നിന്നുപോയി ലിയ. അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അതെന്താണെന്ന് കേൾക്കാൻ പോലും കൂട്ടാകാതെ ജോബിൻ അവളിൽ നിന്ന് അടർന്നു മാറി വീടിനകത്തേക്ക് കയറിപ്പോയി. പോകുന്ന പൊക്കിൽ അവിടെ മറഞ്ഞു നിന്ന് എല്ലാം വീക്ഷിക്കുകയായിരുന്ന പിള്ളേര് സെറ്റിനെ ഒന്ന് നോക്കാനും അവൻ മറന്നില്ല. കർത്താവേ തൂക്കി. അതും പറഞ്ഞ് കയ്യിൽ പറ്റിയ പൊടി തട്ടും പോലെ ആക്ഷൻ കാണിച്ചുകൊണ്ട് ജോയൽ മാരക അഭിനയം തുടങ്ങി. ലെവിനും ജെസ്സിയും കൃഷ്ണയും ഈ നാട്ടുകാരെ അല്ലെന്ന പോലെയാണ് നിൽപ്പ്. അവരുടെ ഈ ഭാവങ്ങളൊക്കെ കണ്ട് ചിരി വന്നെങ്കിലും അത് മറച്ചുകൊണ്ട് ജോബിൻ മുഖത്ത് ഗൗരവം എടുത്തണിഞ്ഞു. പിന്നെ വെട്ടിത്തിരിഞ്ഞ് താഴേക്ക് പോയി. ആവ്, എല്ലാം ഓക്കെ ആയി. അവൻ പോയെന്ന് മനസ്സിലായതും കൃഷ്ണ നെഞ്ചിൽ കൈവച്ച് ആശ്വാസത്തോടെ പറഞ്ഞു. അപ്പോഴും ജോബിൻ്റെ വാക്കുകൾ ഉൾക്കൊള്ളാൻ കഴിയാതെ തറഞ്ഞു നിൽക്കുകയായിരുന്നു ലിയ.